എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് വെച്ചിട്ട് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി, അതായത് ദം ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. നോൺ വെജിൻ്റെ അതേ ടേസ്റ്റിലുള്ള സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ട് അരമണിക്കൂർ നേരം ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല കൂടി ഇട്ട് നമുക്കിതൊന്ന് പുരട്ടി വെക്കണം. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, നമ്മളിവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ഏറ്റവും നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി മസാല എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പച്ചപ്പെരുംജീരകം പൊടിച്ചതാണ്, വലിയ ജീരകമാണ് പച്ചപ്പെരുംജീരകം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണിക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് തൈര് ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ 3 ടീസ്പൂൺ നല്ല കട്ട തൈര് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പുരട്ടി ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ഒരു മസാല സോയ ചങ്ക്സിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. നന്നായിട്ട് പുരട്ടി ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ നന്നായിട്ട് മസാല പുരട്ടി ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് ബസ്മതി അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിർക്കുകയാണെങ്കിൽ നല്ലതാണ്. പെട്ടെന്ന് തന്നെ അരി നന്നായിട്ട് വലുതായി കിട്ടും. ഇനി നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം വെച്ചിട്ട് ഊറ്റിക്കളയോ അല്ലാന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുകയോ ചെയ്യാം. നമ്മളിവിടെ 1/4 പരുവം വേവിലാണ് ഈ ഒരു അരി വേവിച്ചെടുക്കുന്നത്. കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മല്ലിയിലയും 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും അതുപോലെ കുറച്ച് നാരങ്ങ നീരും ഉപ്പും കൂടി ഇട്ടിട്ട് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ മസാല തയ്യാറാക്കുമ്പോഴാണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുക്കുന്നത്. ഓയിൽ കുറച്ച് കൂടുതൽ എടുക്കുമ്പോഴാണ് ഈ മസാല നന്നായിട്ട് വഴണ്ട് കിട്ടുക. വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് പെരുംജീരകം, 1 ഏലക്ക, 2 ഗ്രാമ്പു ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു വലിയ സവാള നീളത്തിൽ വളരെ കട്ടി കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണ്. ഇതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറാകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സവാളയുടെ ആവശ്യമില്ല, ഒരു വലിയ സവാള മതിയാകും. അപ്പോൾ സവാള നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ നിറമായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ബിരിയാണിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് ഈ ഒരു മസാല വഴറ്റിയെടുക്കുന്നതിലാണ്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വഴണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. മസാല നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, നമ്മളിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിക്ക് നല്ലൊരു കളറും അതുപോലെ തന്നെ അധികം എരിവും ഉണ്ടാവില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ പച്ചപ്പെരുംജീരകം ഒരു 1/4 ടീസ്പൂൺ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക. നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇതൊരു വലിയ തക്കാളിയാണ്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 തക്കാളി വേണം. ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വേവാനായിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ അരി ഇവിടെ ഒരു 1/4 പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ഈ അരി ചൂടോടെ തന്നെ മാറ്റി വെക്കുക. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ആ മസാലയൊക്കെ നന്നായിട്ട് അതിൽ കോട്ടാകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറഞ്ഞ തീയിൽ നമുക്ക് ഈ ഒരു സോയ ചങ്ക്സ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മളെ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും. നമ്മുടെ മസാല കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില അരിഞ്ഞത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സോയ ചങ്ക്സ് ഒരു പകുതി വേവായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടോടെ തന്നെ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിൻ്റെ മുകളിലായിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം.
സാധാരണ ബിരിയാണിക്ക് ലെയർ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രൈഡ് ഓണിയൻ അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് പാലിൽ കുങ്കുമപ്പൂ ഇട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കളറിൽ റൈസും കിട്ടും. ഇനി ഇത് അടച്ചു വെച്ചൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ചെറുതീയിലിട്ടൊന്ന് നമുക്ക് ദം ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നമ്മൾ നോൺ വെജ് ബിരിയാണിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസും അതുപോലെ തന്നെ ആ ഒരു മസാലയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ദം ബിരിയാണിയാണ് സോയ ചങ്ക്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്